അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ അത്ഭുതത്തെ കുറിക്കുന്ന പ്രയോഗത്തിലൂടെ വിശുദ്ധ ഖുർആൻ ആവിഷ്കരിച്ച അമാനുഷികതയാണോ ഇസ്രാഉം മിഅ്റാജും. ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും രൂപങ്ങളിൽ മൂന്നഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഇസ്രാഉം മിഅ്റാജും ശാരീരികമാണ്. രണ്ട്, ഇസ്രാഉം മിഅ്റാജും ആത്മീയമാണ്. മൂന്ന്, ഇസ്രാ ശാരീരികവും മിഅ്റാജ് ആത്മീയവുമാണ്. ഇസ്രാഉം മിഅ്റാജും സ്വപ്നമോ കേവലം ആത്മീയമോ അല്ല, മറിച്ച് ശാരീരികം തന്നെയാണ് എന്നതിനെ ശരിവെക്കുന്ന വിശുദ്ധ ഖുർആനിലെ ചില തെളിവുകളാണ് നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായമായ സൂറത്തുൽ ഇസ്രാ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാന എന്ന പ്രയോഗം അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. ഇസ്രാഉം മിഅ്റാജും കേവലം സ്വപ്നമായിരുന്നുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് മുഫസ്സിരീങ്ങൾ ഈ വിഷയം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. പ്രസ്തുത ആയത്തിലെ ബിഅബ്ദിഹി എന്ന പ്രയോഗമാണ് രണ്ടാമത്തെ തെളിവ്. അബ്ദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരവും ആത്മാവും കൂടിയതിനെയാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവും ഇസ്രായിലും മിഅ്റാജിലും പങ്കു ചേർന്നിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ആയത്തിലെ മിൻ ആയാത്തിന എന്ന പ്രയോഗം നമുക്കുള്ള മൂന്നാമത്തെ തെളിവാണ്. തഫ്സീറുൽ മാവർദിയിൽ അതിലേക്കുള്ള സൂചനയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു പറഞ്ഞിടത്ത് ആ ദൃഷ്ടാന്തങ്ങളിൽ ഇസ്രാവും മിഅ്റാജും ഉൾക്കൊള്ളുമെന്ന് ഇമാം മാവർദി പറയുന്നുണ്ട്. ഇസ്രാവും മിഅ്റാജും ഒരു ദൃഷ്ടാന്തമാകണമെങ്കിൽ അത് ശരീരം കൊണ്ടാകണമെന്ന് ഏതൊരാൾക്കും മനസ്സിലാകുമല്ലോ. ആയത്തിൻ്റെ അവസാനത്തിലെ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന പ്രയോഗത്തിൽ മറ്റൊരു തെളിവ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇസ്രായിനെയും മിഅ്റാജിനെയും നിഷേധിക്കുന്ന മുശ്രിക്കുകൾക്കുള്ള ഒരു താക്കീതാണെന്ന് റൂഹുൽ മആനിയിൽ കാണാം. അപ്പോൾ കേവലം ഒരു സ്വപ്നമാണെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് മുശ്രിക്കുകൾ മുന്നോട്ട് വരികയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ശാരീരികം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൽഖീസ് റാഖ്നിയുടെ സിംഹാസനം കൊണ്ടുവരാൻ സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ട കഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കണ്ണടച്ചു തുറക്കും മുമ്പ് ആസഫ് ഇബ്നു ബർഖിയ എന്ന വ്യക്തി കൊണ്ടുവന്നു എന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രാഉം മിഅ്റാജും ശാരീരികമാണെന്നതിന് മതപരമായും യുക്തിപരമായും യാതൊരു പ്രശ്നവുമില്ല എന്നത് വ്യക്തമാണ്.